ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് സെമി ഫൈനൽ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ളതല്ല, അത് നമ്മുടെ തോന്നലാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന, അതാണ് മത്സരം. ആ മത്സരമായിരിക്കും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത മത്സരം. അത്രയും മികച്ച മത്സരമായിരിക്കും. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ 50-50 എന്നായിരിക്കും പറയാനുള്ളത്. അതായത് നിങ്ങളൊരു 100 ആളെടുത്ത് കഴിഞ്ഞാൽ 50 ആൾക്കാർ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ 50 ആൾക്കാർ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും. മറ്റേ മത്സരം അങ്ങനെയല്ല. ഓക്കെ, രണ്ട് ടീമുകൾക്കും നല്ല ക്വാളിറ്റീസ് ഉണ്ട്, കുറച്ച് പോരായ്മകളുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഈ ടീമുകൾ കട്ടക്കാട്ടാണ്. അവസാന നിമിഷം ഗോൾ നേടാനും രണ്ട് ടീമുകളും മിടുക്കന്മാർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ വേൾഡ് കപ്പിൽ ഒരുപാട് വർഷമായി രണ്ട് ടീമുകളും നേർക്ക് നേരെ ഏറ്റുമുട്ടിയിട്ട്. ഇതിനു മുമ്പ് മുട്ടിയ 2 പ്രാവശ്യവും നമുക്കറിയാം വലിയ രീതിയിലെ കോൺട്രവേഴ്സീസ്. അതിലൊന്ന് ഇന്നും ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി കളിയിലേക്ക് വരാണെങ്കിൽ അർജന്റീന, ലയണൽ മെസ്സിയാണ് അർജന്റീനയുടെ കുന്തമുന. അത് അന്നും ഇന്നും എന്നും. ഓക്കെ, മെസ്സിയിൽ നിന്നാണ് അർജന്റീനയുടെ എല്ലാ മുന്നേറ്റവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഗോൾ സ്കോറിംഗ് ആയാലും അസിസ്റ്റ് ആയാലും ഒക്കെ മൂപ്പര് മുന്നിൽ തന്നെ ഉണ്ടാകും. മറുഭാഗത്ത് ഇംഗ്ലണ്ട് ആണെങ്കിലോ ഗോളടിക്കാൻ ഹാരി കെയ്ൻ. ഇനി നിർണായക സമയത്ത് നിർണായക ഗോളടിച്ച ടീമിൻ്റെ രക്ഷകനാകാൻ ജൂഡ് ബെല്ലിംഗാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ ഇംഗ്ലണ്ടും തയ്യാറല്ല. ഈ താരങ്ങളുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനാണ് ഓവറോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി ലീഗുകളിൽ കളിക്കുന്നതും അർജന്റീന താരങ്ങളെക്കാൾ. എന്നാൽ ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു 3-4 പ്ലേയേഴ്സിന് നമുക്ക് പറയാൻ പറ്റും വമ്പം ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളത്. എന്നാൽ അർജന്റീന ടീമിൽ കളിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അതാണ് അവരുടെ പ്ലസ് പോയിന്റ്. അവസാന നിമിഷം വരെ ടീമിന് വേണ്ടി മരിക്കുന്ന കളി കളിക്കാൻ വരെ അവർ തയ്യാറാണ്. അവർക്ക് ടീം മാത്രമാണ്. അത് ബാക്കിയുള്ള ടീമുകൾ അസൂയോടുകൂടി നോക്കുന്ന ഒരു കാര്യവുമാണ് അർജന്റീനയിലെ. നമ്മളെന്നെ ചിലപ്പോൾ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ അർജന്റീന വലിയ സംഭവമൊക്കെ നമുക്ക് തോന്നൂല. കുറച്ച് എക്സ്ട്രാ ഓർഡിനറി പ്ലേയേഴ്സും കുറച്ച് ആവറേജ് പ്ലേയേഴ്സും ഉള്ളത്. പക്ഷേ ആ ടീം ഉണ്ടാക്കുന്ന റിസൾട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് സമ്മതിച്ച് കൊടുക്കണം. ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന 11 പേരായാലും ബാക്കിയുള്ള മെമ്പേഴ്സായാലും എല്ലാവരും ഭയങ്കര ഓണാണ് മത്സരത്തിൽ ടീമിനെ ജയിപ്പിക്കാൻ. അത് അർജന്റീനയെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിൽ ഒരാളായ ലയണൽ മെസ്സി ഇന്ന് വരെ ഇംഗ്ലണ്ടുമായിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാവുമെന്ന് കാണാനും ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. മെസ്സിക്ക് മുമ്പ് അർജന്റീനയുടെ ലെജൻഡായ മറഡോണ ഉണ്ടാക്കിയൊരു കോൺട്രവേഴ്സിയും ഉണ്ട്. അതിന് മെസ്സി മറുപടി കൊടുക്കുമ്പോൾ അതോ ഇംഗ്ലണ്ട് റിവെഞ്ച് എടുക്കുമോ, നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ പ്രഡിക്ഷൻ വരുന്നത് ഞാൻ അർജന്റീനക്കെതിരാണ് ഈ ഒരു കാര്യത്തിൽ. നിങ്ങൾക്ക് അറിയാലോ, കാരണം ഒരു കപ്പടിക്കൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലണ്ട് അർജന്റീനയെ ബീറ്റണാക്കും, തോൽപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അർജന്റീന ഇതുവരെ നേരിട്ടതിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെ മറികടക്കാൻ മാത്രം അർജന്റീന ഇല്ല. സോ മൈ സ്കോർ ഈസ് ഇംഗ്ലണ്ട് ഒരു 3 കൊടുക്കും, അർജന്റീന 1. ഓക്കെ.